അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ തുണി നല്ല ഈസിയായി കിടന്ന് ഉണങ്ങുന്നുണ്ട്. കണ്ടോ നന്നായിട്ട് തുണി ഉണങ്ങിക്കോളൂ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കൂട്ടുകാരെ മഴയത്ത് നമുക്ക് ഒരു ശകലം പോലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ടാണ് ഞാനൊരു അയ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. മഴയാകുമ്പം വീട്ടമ്മമാർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ വീടിനകത്ത് തന്നെ ശകല സ്ഥലം മാത്രം മതി ഈ അയ ഉണ്ടാക്കി ഇടാനായിട്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണണം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഡാഷി കടന്നു വരുന്നു. കണ്ടോ, ഡാഷി നമ്മുടെ വീട്ടിലെ പട്ടിയായത്. പക്ഷെ ഇപ്പൊ വേറൊരു ചെറുക്കാപ്പൻ എന്ന് പറയുന്ന വേറൊരാൾ കൊണ്ടുപോയി വളർത്തുക. 2 ദിവസം കൊണ്ട് ഇപ്പൊ വരുന്നുണ്ട്. കട്ടിലേക്ക് കിടക്കാൻ പോകുന്നു. അപ്പൊ കൂട്ടുകാരി ഇപ്പൊ ഭയങ്കര മഴയൊക്കെ ഇല്ലേ. മഴയാകുമ്പോ നമ്മൾ വീട്ടിൽ ദിവസവും തുണി നനയ്ക്കും ഇല്ലേ. ഇപ്പൊ ആ തുണി ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഴ കാരണം വെളിയിലങ്ങ് ഇടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പെരയ്ക്കകത്തായി കിട്ടും, അല്ലെങ്കിൽ കസേരയുടെ പുറത്തെ, ടേബിളിന്റെ പുറത്തെ, കട്ടിലിന്റെ പുറത്തെ, അങ്ങനെ പല സ്ഥലത്ത് കതകിന്റെ മേളിലൊക്കെ നമ്മൾ കൊണ്ടിടാറുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ഇടാതെ ഒരു ശകല സ്ഥലം മതി നമുക്ക് പെട്ടെന്ന് അയ ഉണ്ടാക്കി തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു രീതിയിൽ നമുക്കൊരു ട്രിക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനായി ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു നമ്മുടെ ഒരു പഴയ ഫാനിന്റെ ഒരു മൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്, ഈ പെയിന്റിന്റെ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ്, ആ ബക്കറ്റിന്റെ മൂടി അതായാലും മതി. അപ്പൊ ഇതൊരു ചെറിയതായത് കാരണമാണ്, വലുതെന്റെ ഇല്ല, ഇതൊരു ചെറിയതായത് കാരണമാണ് ഞാൻ ഇത് നോക്കിയപ്പോൾ എന്നാൽ ഇതെടുക്കാമെന്ന് ഓർത്തു. ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ തുണികളെ ഇതിനകത്ത് നമുക്ക് വിരിച്ചിടാം. അപ്പൊ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒരു നൂലാണ്. നിങ്ങളുടെ ഈ കോട്ടന്റെ നൂലുണ്ടെങ്കിൽ അതായാലും മതി. ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ പപ്പട കുത്തുന്ന ഇതൊക്കെ വെച്ചിട്ട് ഗ്യാസിൽ കമ്പി ചൂടാക്കി കുത്തി കുത്തി വെച്ചാലും മതി. ഇതിനത് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇത് മാത്രമേ മതി. ഇതും പിന്നെ ഇതും വേണം നമുക്ക്. ഈ ക്ലിപ്പും വേണം, പിന്നെ ഹാങ്കറും വേണം. ഇത്ര സാധനങ്ങൾ മതി. അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് 1 മീറ്റർ ഇതെടുക്കണം. ഈ നൂല് 1 മീറ്റർ എടുക്കണം. അങ്ങനെ 4 എണ്ണം എടുക്കണം നമുക്ക്. ഈ 4 സൈഡിലും കെട്ടണം. ഞാൻ 1 മീറ്റർ കൂടുതൽ. കൂട്ടുകാരെ ഞാനിത് 4 എണ്ണം ഇതുപോലത്തെ 4 എണ്ണം ഞാൻ ഒരേ ലെവലിലുള്ളത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരെണ്ണം എടുത്ത് ഈ സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരെണ്ണത്തിന്റെ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കെട്ടാം. ഇത് പ്ലാസ്റ്റിക് ആയത് കാരണം തന്നെ ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് കെട്ടി വെക്കണം. ഒന്ന് വലിച്ച് മുറുക്കി കണ്ടോ, നല്ലതായിട്ട് ഇത് അഴിഞ്ഞു പോരാത്തക്ക വീതി കെട്ടി വെക്കണം. ഈ സൈഡിൽ കെട്ടി അതിൻ്റെ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിലും കൂടെ കെട്ടണം. ഇതുപോലെ തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. ഇപ്പൊ ഞാൻ 2 സൈഡിൽ കെട്ടി. ഇനി 3ാമത്തെ സൈഡിൽ കെട്ടി പോസ് ചെയ്ത്. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇതിന്റെ 4 സൈഡിലും കെട്ടിയിട്ടുണ്ട്. ഇതേണ്ട നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, 4 സൈഡിലും ഞാൻ കെട്ടി. ഇനി നമുക്ക് ചെറിയ ചെറിയ ഇതെടുക്കാം. ഇതുപോലെ ഇത്ര നീളത്തില് ചെറിയ കുറെ ഇതിന്റെ ഇടയ്ക്കെല്ലാം നമുക്ക് ഇടാനായിട്ട് കുറെ നൂല് ഞാൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിലും ചെറുത് മതി. ഇത്രയുള്ള കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൂട്ടുകാരെ ഞാനിത് കെട്ടിയിട്ടു. ഇനി നമുക്ക് ഇവത്തിലേക്ക് നമുക്ക് ഇതൊന്നിട്ട് കെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കിഴുത്തയുടെ ഇടയിലേക്ക്
നമുക്ക് ഇവിടെ വേണം കെട്ടാനായിട്ട്. ഇങ്ങനെ നല്ലതായിട്ട് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അതാ നമ്മൾ തുണി ഇടുമ്പോൾ ഇങ്ങനെ പോരരുത്. ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. നമുക്ക് കുറേ ഇടത്ത് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. അടുത്തടുത്ത് കെട്ടാൻ നമുക്ക് ഇവിടെ ആയിരിക്കണം കെട്ടുന്നത് കേട്ടോ കൂട്ടുകാരെ. എനിക്ക് ഫാനിന്റെ ഇതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ മൂടി ഉണ്ടെങ്കിൽ നമ്മൾ പെയിന്റിന്റെ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ, അത് നമ്മൾ എടുത്താൽ മതി. നമുക്ക് ഇഷ്ടം പോലെ തുണി ഉണക്കിയെടുക്കാം നന്നായിട്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാനിത് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എന്നാ ഈ ഫാനിനകത്ത് കാണിക്കുന്നതെന്ന്. ഇവിടെ പിള്ളേരിരിപ്പുണ്ട്, അവർ പറയുവാണ് അമ്പിയാൻറ്റി എന്നാ അമ്പിയാൻറ്റി ഈ കാണിക്കുന്നത്. ഈ കാണുന്നവരൊക്കെ അമ്പിയാൻറ്റിയെ കളിയാക്കും. അമ്പിയാൻറ്റി എന്നാ ഈ വട്ടത്തര ഈ കാണിക്കുന്ന ഈ കണ്ണമോനും ചെറുക്കാപ്പനാണ് കൂടുതലും പറയുന്നത്. അപ്പം ഞാനിത് കെട്ടിക്കഴിഞ്ഞിട്ട് അവരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതെന്തുവാണെന്ന്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാൻ ഇന്ന് ഐഡിയ, നമുക്ക് തുണി ഒരു ശകല സ്ഥലം പോലും ഇല്ലാതെ ഒരു ചില വീടുകളൊക്കെ പുറത്തല്ലേ ഇടുന്നത്. ഇപ്പോൾ പെരയ്ക്കകത്തിടാൻ സ്ഥലമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ ഇഷ്ടം പോലെ തുണി നമുക്ക് നമ്മുടെ പെരയ്ക്കകത്ത് തന്നെ ഇട്ട് സുഖമായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാരെ, ഇത് കണ്ടോ, ഇങ്ങനെ ആക്കി നമുക്ക് ഇവിടെ ഒന്ന് നല്ലതായിട്ട് കെട്ടി വെച്ച് കൊടുക്കണം. അഴിയാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് ഇവിടെ കെട്ടി വെച്ച് കൊടുക്കാം. അഴിയരുത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2-3 കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് ഇടണം. അതിനായിട്ട് നമ്മുടെ കയ്യിൽ ക്ലിപ്പ് ഇല്ലെന്ന് വരിക, ഒരു വളയായാലും മതി. അപ്പൊ ഞാൻ വള എടുത്തോണ്ട് വരട്ടെ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഇത് ആ മുകളിലൊന്ന് കെട്ടിയിടാം. കണ്ടോ, മുകളിൽ ഒന്ന് കെട്ടി നല്ലതായിട്ടിടാം. കണ്ണമോനാണ് കെട്ടുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇത് ഇവിടെ ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഹാങ്കറാണ്. തുണിയുണ്ട് കേട്ടോ, നനഞ്ഞ തുണി. അപ്പൊ നമുക്ക് ഒന്നിടാം. ഇനി എടുത്തിട്ട് നമുക്ക് തുണി, നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന തുണി നമുക്ക് എടുത്ത് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് സ്ഥലവും ഒത്തിരി വേണ്ട, നമ്മൾ തുണി ഉണങ്ങത്തില്ലെന്ന ആശങ്കയും വേണ്ട. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പൊ ഞാനെല്ലാം ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ കൂട്ടുകാരെ കണ്ടോ, അപ്പം നമുക്ക് ഒരു ടെൻഷനും വേണ്ട. മഴയാ, കാറ്റാ, അല്ലെങ്കിൽ തുണി ഉണങ്ങുന്നില്ല എന്നൊക്കെ വീട്ടമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അതൊന്നും വേണ്ടാത്ത ഇങ്ങനെ നമുക്ക് തുണി ഈസി ആയിട്ടിട്ട് എത്ര തുണി, ഇനി ഇതിനകത്തിൽ കുറേ തുണികളിടാം. ഇപ്പൊ എൻ്റെ നനഞ്ഞ തുണി ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്ര ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടം പോലെ തുണി ഇട്ട് എന്നിട്ട് നമ്മൾ ഫാൻ ഇട്ടാൽ മതി. നമുക്ക് എങ്ങും പോകണ്ട. ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതാണ്, നമ്മളെ കസേരയിലിട്ടു അല്ലെ പെരയ്ക്കകത്തായ കെട്ടി കുട്ടികളെ വലിച്ച് തുണി താഴെക്കളയും. അപ്പൊ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. കണ്ടോ കൂട്ടുകാരെ, ഈസി ആയിട്ട് നമുക്ക് എത്ര തുണി വേണമെങ്കിലും ഇടാം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.